ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ഫിനിഷിങ്ങിൽ പോക്കറ്റ് എങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വേണ്ടവർ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് ആദ്യം തുണിയുടെ റോങ് സൈഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെ വെക്കുക. ഞാനിവിടെ ഫ്രണ്ട് പാറ്റേണിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വേസ്റ്റിൽ നിന്ന് താഴത്തോട്ടാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ എന്തുകൊണ്ടും നല്ലത്. അപ്പം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പൊതുവേ നമ്മൾ പോക്കറ്റിന് കൈ കയറി ഇറങ്ങാനായിട്ടുള്ളൊരു വീതി കൊടുക്കണം. അപ്പം ഞാൻ വേസ്റ്റ് ചെയ്യുന്ന താഴത്തോട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 2 പോയിന്റ് ഞാൻ നോച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ വേറൊരു ക്ലോത്തിൽ ഈ പോക്കറ്റിന് ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്ത് തന്നെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടതിന് ശേഷമുള്ള ലെങ്ത്താണ് 10 ഇഞ്ച് കൊടുക്കുന്നത്. ഒരു 10 ഇഞ്ച് കൊണ്ട് 12 ഇഞ്ച് വരെയൊക്കെ ലെങ്ത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിൽ കുറയണ്ട, നിങ്ങൾക്ക് 12 ഇഞ്ച് തന്നെ കൊടുത്തോ. ഇനി അത് കഴിഞ്ഞ് വീതി എന്ന് പറയുന്നത് നമുക്ക് കൈ കയറി ഇറങ്ങാനും ആ ഒരു സ്പേസ് ആണ്. അപ്പോൾ ഒരു 6 ഇഞ്ച് വീതി തന്നെ അവിടെയും കൊടുക്കാവുന്നതാണ്. ഞാൻ തുണിയുള്ള അത്രയും തന്നെ എടുത്തിട്ടുണ്ട്. ഇനി തുണി നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് താഴത്തോട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ മെയിൻ പാറ്റേണിൽ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ കൈ കയറി ഇറങ്ങാനായിട്ട് പോക്കറ്റിന് വേണ്ടി, ആ 6 ഇഞ്ച് ഞാൻ ഈ ക്ലോത്തിലും മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ചിൽ കുറഞ്ഞെടുക്കരുത്. 6 ഇഞ്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വീതിയാണ് നമുക്ക് കൈ കയറി ഇറങ്ങാനായിട്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ 2 പോയിന്റ്സ് മാർക്ക് ചെയ്തല്ലോ, അതിൽ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ വീതി 1 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, താഴത്തെ പോയിന്റിനും 1 ഇഞ്ച് വീതി കൊടുക്കുന്നുണ്ട്. ഈ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സിന് എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ആ തയ്യൽ തുമ്പാണ് നമ്മൾ ഈ പോയിന്റ്സിലും കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ ഡ്രസ്സിന് സൈഡ് അടിക്കാനായിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റിന് ഞാൻ 1 ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിനുശേഷം അതൊരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ പോക്കറ്റിൻ്റെ വീതി മാർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ അവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നു, ആ ഷേപ്പിന് ചുറ്റും തയ്യൽ തുമ്പ് കൊടുക്കുന്നു. ഇതാണ് ഈ ഒരു ക്ലോത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഈ 2 പോയിന്റ്സ് നമ്മൾ താഴത്തോട്ട് ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ആദ്യം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ 6 ഇഞ്ച് വിട്ടതിന് ശേഷവും ഈ വീഡിയോയിൽ കണ്ട പോലെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ചരിച്ചൊരു ലൈൻ താഴത്തോട്ട് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടും കൊടുക്കാം, ചരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സുമായിട്ട് ചേർന്ന് ഈ പോക്കറ്റ് കിടന്നോളും. ഇനി താഴെ ഞാനൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു കേർവ്ഡ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഞാനൊരു കേർവ്ഡ് ഷേപ്പ് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യണം? 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ താഴത്തോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഷേപ്പ് നമ്മുടെ തുണിയുടെ എറമ്പിക്കൂടി എടുത്തത് കൊണ്ട് തന്നെ താഴത്തോട്ട് എനിക്ക് തയ്യൽ തുമ്പ് എടുക്കാനായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കയറ്റി ഷേപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റും നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ചോക്കിൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വിസിബിൾ ആവാത്തത്, അധികം ക്ലിയർ ആവുന്നില്ലല്ലോ. ഞാൻ ഒരു മാർക്കർ പെൻ കൊണ്ട് ഞാൻ ഒന്നുകൂടി ഇതിന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ വിസിബിൾ ആവും കേട്ടോ. അപ്പം ഞാൻ ഈ വരച്ച ലൈൻസ് എല്ലാം ഒന്നുകൂടി മാർക്കർ പെൻ കൊണ്ട് ചെയ്യുകയാണ്. ആദ്യം ഫോൾഡ് ചെയ്ത് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഒരു 6 ഇഞ്ച് വീതി കൈ കയറി ഇറങ്ങാനായിട്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് ആ 2 പോയിന്റ്സിനും നമ്മൾ ഉടുപ്പിൻ്റെ സൈഡ് അടിക്കാൻ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടേ അതേ തയ്യൽ തുമ്പ് തന്നെ ഞാൻ മാർക്ക് ചെയ്തു. 1 ഇഞ്ചാണ്. ആ 1 ഇഞ്ച് ഞാൻ 2 സൈഡും മാർക്ക് ചെയ്ത് അതൊരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ പോയിന്റിൽ നിന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ പോക്കറ്റിൻ്റെ വീതി മാർക്ക് ചെയ്യുകയാണ്. അതും ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് താഴത്തോട്ട് വരച്ച് അതിന് ചുറ്റും 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. തയ്യൽ തുമ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം. 1/2 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ 1/4 ഇഞ്ച് എടുക്കാം. 1/2 ഇഞ്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതേ താഴത്തെ ഭാഗം ഞാൻ ഇതേപോലെ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ആ താഴെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഞാൻ മുകളിലോട്ട് കയറ്റിയായിരിക്കും ഷേപ്പ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ പോക്കറ്റിന് ലെങ്ത് ഒരു 12 ഇഞ്ചൊക്കെ കൊടുത്തോ. അതാകുമ്പോൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഒരു 12 ഇഞ്ച് കൊടുത്തോ. അപ്പോൾ നമുക്കൊരു 10-11 ഇഞ്ചിലൊക്കെ നിൽക്കുമല്ലോ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ തയ്യൽ തുമ്പ് വരച്ച ലൈൻസിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ ചെറുതായിട്ട് ഷേപ്പ് ചെയ്തതിൽ ഇപ്പം ഈ കാണിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ, അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ലൈൻ വേണ്ട. ആ ചരിച്ച് വരയ്ക്കുന്നത് തന്നെ ഞാൻ മുകളിലോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം തയ്യൽ തുമ്പ് അവിടം വരെ ഉള്ളൂ, അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. മറ്റേത് എനിക്ക് മിസ്റ്റേക്ക് വന്നതാണേ.
മുകളിലും ഞാൻ താഴെ ഷേപ്പ് ചെയ്തതുപോലെ തന്നെ മുകളിലും ഷേപ്പ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് അവിടെയും ഞാൻ സൈഡിൽ 1/2 ഇഞ്ച് നിർത്തിക്കൊണ്ട് ബാക്കി കേർവ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതേപോലെ ആയിരിക്കും കൈ കയറുന്നത് കണ്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി നോച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മെയിൻ പാറ്റേൺ. വേസ്റ്റിന്ന് താഴത്തോട്ടാണ് നമ്മൾ പോക്കറ്റ് പിടിപ്പിക്കുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെയും നോച്ചിട്ടിട്ടുണ്ട്, അവിടുന്ന് താഴത്തോട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും നോച്ചിട്ടിട്ടുണ്ട്. ആ ഭാഗത്തായിരിക്കണം ഈ പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ ഈ പോക്കറ്റിൻ്റെ ഈ കേർവ് ചെയ്തുള്ള ഭാഗം ഉണ്ടല്ലോ താഴത്തോട്ട് തൂങ്ങി നിൽക്കുന്നത്, അത് നമ്മുടെ ഡ്രസ്സിൻ്റെ താഴത്തോട്ടുള്ള ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ പോക്കറ്റിൽ നമ്മൾ ഈ ഒരു ഇഞ്ചിൽ ഒരു ബോക്സ് വരച്ചിട്ടുണ്ടല്ലോ, അതിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ 2 കോർണേഴ്സിലും ഒരു കട്ടിട്ട് കൊടുക്കണം. അതാണ് ഞാൻ ഇനി സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിക്കുന്നത്. നമ്മുടെ മെയിൻ ബോഡി പാറ്റേണിൽ നമ്മൾ 6 ഇഞ്ച് വീതിയിൽ 2 നോച്ച് ഇട്ടിട്ടുണ്ട്. ആ 2 നോച്ചിൽ നമ്മുടെ ഈ പോക്കറ്റ് വെച്ചതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് വീതിയിൽ ഒരു ബോക്സ് വരച്ചിട്ടുണ്ടല്ലോ കൈ കയറി ഇറങ്ങാൻ, ആ ഔട്ട്ലൈൻസിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തുണി ഇതേപോലെ വെക്കുമ്പോൾ നമ്മുടെ ബോഡി പാറ്റേണുമായിട്ട് ഒരേ ലെവൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു പോക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ പോക്കറ്റ് പോലെ 2 ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും കൂടി ചേർത്ത് വെച്ചല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു പോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പാറ്റേൺ ഉണ്ടല്ലോ അവിടെ മാത്രമാണ് പിടിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവസാനം നമുക്ക് തയ്ക്കുമ്പം ഒരടി അങ്ങ് അടിച്ചങ്ങ് പോയാൽ മതി, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇനി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും. ഇപ്പം ഞാൻ ആ ഒരു ബോക്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 2 കോർണേഴ്സിൽ ഇതേപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, അതിനെ നമ്മൾ ചീത്ത വശത്തോട്ട് ആക്കിയിടണം. അപ്പോൾ ചീത്ത വശത്തോട്ട് ആക്കുന്നതിന് മുമ്പ് ഇതേപോലെ ക്ലോത്ത് നേരെ വെച്ചതിന് ശേഷം ആ സൈഡിൽ കൂടി ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കണം. ഇതുകൊണ്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന ഭാഗത്ത് ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും കൂടെ നല്ല ഫിനിഷിങ്ങിൽ നല്ല ഉറച്ച് നിൽക്കും. നമ്മൾ ആ ഒരു 6 ഇഞ്ച് വീതി എടുത്തില്ലേ, ആ 6 ഇഞ്ച് വീതിയുടെ അവിടെയാണ് എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ആ പോക്കറ്റിൻ്റെ പീസ് നിവർത്തി റോങ് സൈഡിലോട്ടാക്കിയാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ റോങ് സൈഡിലോട്ടാണ് ക്ലോത്ത് ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതായത് പോക്കറ്റ് റോങ് സൈഡിലോട്ടാക്കിയാണ് വെച്ചേക്കുന്നത്. അത് ഈ വീഡിയോ നിങ്ങൾ നോക്കണം. ഗുഡ് സൈഡിലോട്ടല്ല, സ്റ്റിച്ച് ചെയ്ത് തുണി സൈഡിൽ കട്ട് ചെയ്തതിന് ശേഷം റോങ് സൈഡിലോട്ടാക്കിയാണ് വെച്ചേക്കുന്നത്. ഇനി അതിൻ്റെ പുറത്തോട്ട് നമുക്ക് വേറൊരു പോക്കറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, ടോട്ടൽ 2 പോക്കറ്റാണല്ലോ കട്ട് ചെയ്തെടുത്തത്. അതിൽ രണ്ടാമത്തെ പോക്കറ്റ് നമ്മൾ ആ തിരിച്ചു വെച്ചുള്ള റോങ് സൈഡിൽ അതിൻ്റെ പുറത്തോട്ട് വെക്കുക. പുറത്തോട്ട് വെച്ചതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പല്ലേ കൊടുത്തേ, ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 പീസ് ഒരുമിച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഓൾറെഡി നമ്മുടെ മെയിൻ പോക്കറ്റിൽ നമ്മൾ ഷേപ്പ് വരച്ചിട്ടിട്ടുണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ പുറത്തുകൂടി തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ പോക്കറ്റ് ഇങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം നിങ്ങൾ ഓവർലോക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. പിന്നെ ഈ പോക്കറ്റിൻ്റെ ഈ ഭാഗമെല്ലാം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തേക്കുക. ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ സ്റ്റിച്ചൊന്നും പൊട്ടിപ്പോവാതെ നല്ല സ്ട്രോങ് ആയിട്ട് പോക്കറ്റ് ഇരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ ഫോണൊക്കെ ഇടാനും നമുക്കൊരു ധൈര്യമായിരിക്കും. അപ്പോൾ എപ്പോഴും പോക്കറ്റ് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ പോക്കറ്റ് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കോർണേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വളരെ പതുക്കെ ചെയ്തെടുത്താൽ മതി. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പോക്കറ്റ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പം നമ്മുടെ ഫ്രണ്ട് പാറ്റേണിൽ മാത്രമാണ് 2 പോക്കറ്റിൻ്റെ പീസും അറ്റാച്ച് ചെയ്യുന്നത്. സാധാ പോക്കറ്റ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഫ്രണ്ട് പാറ്റേണിൽ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യും, ബാക്ക് പാറ്റേണിൽ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യും, രണ്ടും കൂടെ നിവർത്തി വെച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇറക്കും അല്ലേ. ഇത് ഫ്രണ്ട് പാറ്റേണിൽ മാത്രം സ്റ്റിച്ച് ചെയ്യുവാണ് 2 പോക്കറ്റും. എന്നിട്ട് നമ്മൾ നോർമൽ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വരത്തില്ലേ, സൈഡിൽ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ, അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് താഴത്തോട്ട് ഇറക്കുവാണ്. അതാണ് ഈ ഒരു പോക്കറ്റിൻ്റെ പ്രത്യേകത. നമുക്ക് അതാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ തയ്ച്ചിറക്കുമ്പോൾ ഈ ഉള്ളിൽ കൈ കയറുന്ന ഭാഗം കണ്ടോ, ആ ഭാഗത്തെ ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു എഡ്ജ് പോർഷൻ കണ്ടോ, പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് പിന്നെ ആ ഒരു 6 ഇഞ്ച് വീതിയാണല്ലോ കൈ കയറാനായിട്ടുള്ളത്,
ഈ ഒരു പോർഷൻ ആ ഭാഗത്തോട്ട് നീഡിൽ കയറാതെ അതിൻ്റെ അരികിൽ കൂടി തയ്ച്ച് ഇറക്കണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ അരിക് അറിയാനായിട്ട് നമ്മൾ തൊട്ട് നോക്കിയാൽ മതി. തയ്ക്കുന്ന സമയത്ത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ തടയും, ആ ഒരു ക്ലോത്തിൻ്റെ എഡ്ജ് നമുക്ക് തടയും. അപ്പോൾ ആ ഒരു ക്ലോത്തിനെ സൈഡിലോട്ട് വലിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് 1 ഇഞ്ച് വീതിയിൽ അങ്ങ് തയ്ച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കുഴപ്പം വരില്ല. ഇനി നമ്മൾ ഈ ഒരു പോക്കറ്റ് നമ്മൾ നിവർത്തിയിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറച്ച് പീസ് പുറത്തോട്ട് ചാടി നിൽക്കും. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലോട്ട് മടക്കി അവിടെയും സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റായിട്ടിരിക്കും. അത് പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് വരുന്ന തയ്യൽ തുമ്പാണത് കേട്ടോ. അത് ഇതേപോലെ മടക്കിയിടുവാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. ഇനി എന്താ, നമ്മൾ സാധാരണ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യത്തില്ലേ, അതേപോലെ 2 ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും ആം റൗണ്ടിൻ്റെ ഭാഗം ഒരുമിച്ച് നല്ല നീറ്റായിട്ട് ഒരേ ലെവലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പം പോക്കറ്റ് എത്തുന്ന ഭാഗമാകുമ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് താഴത്തോട്ട് ഒരു 6 ഇഞ്ച് വീതിയിലായിരിക്കും പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അല്ലേ. അവിടെ ഇതേപോലെ നമ്മളൊന്ന് തൊട്ട് നോക്കി ആ ഉള്ളിലത്തെ പോക്കറ്റ് തടയുമല്ലോ, അതിൻ്റെ അരികിൽ കൂടി നീഡിൽ കയറാതെ തയ്ച്ചിറങ്ങണം. നീഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോക്കറ്റ് ഇടാനായിട്ട് പറ്റുമോ? അല്ല, പോക്കറ്റിലോട്ട് കൈയിടാൻ പറ്റത്തില്ലല്ലോ, കംപ്ലീറ്റ് സ്റ്റിച്ചായി പോവുമല്ലേ. അത് വരാതിരിക്കാനാണ് പറഞ്ഞത് നമ്മളിങ്ങനെ തൊട്ട് നോക്കി ആ ഉള്ളിലത്തെ ക്ലോത്തിനെ സൈഡിലോട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ട് താഴത്തോട്ട് ഇങ്ങനെ തയ്ച്ചിറക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ പോക്കറ്റ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഡബിൾ സ്റ്റിച്ച് ഇടുക. അപ്പം ഇങ്ങനെ പോക്കറ്റിന് ചെയ്യുകയാണെങ്കിൽ നല്ല ഉറപ്പായിട്ട് നൂലൊന്നും പൊട്ടിപ്പോവാതെ ഇരിക്കും. ഇനി താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ താഴത്തോട്ട് വരുംതോറും അത് 1/2 ഇഞ്ചായിട്ട് ബാലൻസ് ചെയ്ത് തയ്ച്ചിറക്കുക. ഒറ്റയടിക്ക് വെട്ടിക്കാതെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് 1/2 ഇഞ്ചിലോട്ട് തയ്ച്ചിറക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ. ഭയങ്കര സിമ്പിളുമാണ്, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. നമ്മൾ നോർമലി ചെയ്യുന്ന പാറ്റേൺ പോലെയല്ല. ഇതാകുമ്പോൾ നമുക്ക് പോക്കറ്റ് അടിച്ച് അതിന് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു കുർത്തി ചെയ്യുന്ന പോലെ തയ്ച്ചിറക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പോക്കറ്റ് അറ്റാച്ചിങ് മെത്തേഡാണ്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഇത് സക്സസ് ആയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.